വെൽക്കം ടു ലെയിൻ കോട്ടൺ ബാഗ്സ്. നാം എല്ലാവരും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ, കുട്ടികളുടെ പഠനം, അതിനുവേണ്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് അടുത്തിരിക്കുന്ന സാമ്പത്തിക ബാധ്യത, ഇതെല്ലാം നമ്മുടെ ജോലിയിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയൊക്കെയാണ് നമ്മൾ ഭൂരിപക്ഷ ആൾക്കാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ നിൽക്കുകയും ബിസിനസ്സിലൂടെ ബിസിനസ് തകർന്നിട്ട് താഴേക്കിടയിലേക്ക് വന്ന് ഒരു ചെറിയ ബിസിനസ് ചെയ്യാനായിട്ട് മൂലധനമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഭർത്താവ് മരിച്ചു പോയിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. ഇവരുടെ എല്ലാം മുന്നിൽ ജീവിതം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ വായിച്ചു, 2 പെൺകുട്ടികളുമായിട്ട് ഒരു അമ്മ ട്രെയിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളെല്ലാം വായിച്ച് മറന്നുപോയതാണ്. സാമ്പത്തികം തന്നെയാണ് അവരുടെ മുമ്പിലെ പ്രശ്നം. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എന്തുകൊണ്ട് അവർ ചെറിയൊരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചില്ല? ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ജീവിതം നമുക്ക് എപ്പോഴും പ്രതിസന്ധികളാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധികളെ തരണം ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും വിജയം വരിക്കാൻ സാധിക്കും എന്ന ഒരു കാര്യത്തിൽ സംശയം. ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാനസികമായിട്ട് തയ്യാറാക്കണം. നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി തയ്യാറാക്കണം. എന്ത് പ്രശ്നം വന്നാലും ഞാൻ തളരില്ല, എനിക്ക് ജീവിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം എന്ന ഒരു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവുമില്ല. ആ മരണപ്പെട്ട അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ പറയുന്ന അവരുടെ ആ ഒരു പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ട് പല വാതുകളിലും മുട്ടി. പക്ഷെ ഇവരൊന്നും അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തില്ല. എന്നാൽ അവരെ പരിഗണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. ആ പെൺകുട്ടികൾക്ക് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിട്ട് അവരും ജീവിത വിജയത്തിലേക്ക് വരുവാൻ സാധിക്കുമായിരുന്നു. ഒരു ദുർബല നിമിഷത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ്. ഇനിയും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന ഒരാൾ പോലും ഇനി അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം നമ്മുടെ മുമ്പിൽ ബിസിനസ് എന്ന് പറയുന്ന വലിയൊരു കടൽ മുമ്പിലുണ്ട്. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. അതിന് ലിസ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഹെൽപ്പുകൾ ചെയ്തു തരും. നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെയൊക്കെ പരിചയമുള്ള, നിങ്ങളെ സഹായിക്കാനായിട്ട് മാനസികമായിട്ട് തയ്യാറായിട്ടുള്ള ഒരു 30 പേരെ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, 30 പേരെ കണ്ടെത്താൻ സാധിച്ചാൽ, അവർ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് ഈ 30 പേർക്ക് കൊടുത്താൽ അതൊരു വരുമാന മാർഗമായില്ലേ? 1 കിലോ മുളക് പൊടി നിർമ്മിച്ച് ഈ 30 പേർക്ക് സപ്ലൈ ചെയ്താൽ ഒരു മാസം നിങ്ങൾക്ക് 30 കിലോ മുളക് പൊടി നിർമ്മിക്കാൻ സാധിക്കും. 30 കിലോയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 60 രൂപ നിങ്ങൾക്ക് ലാഭം ഇട്ടാൽ പോലും 1800 രൂപ നിങ്ങൾക്ക് ഒരു മാസം സമ്പാദിക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് 30 പേരല്ല നിങ്ങൾക്ക് വരുന്നത്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനെ എങ്ങനെ വളർത്തണം എന്നുള്ള ചിന്തയിലൂടെയാണ് നമ്മൾ ഓരോ സമയവും കടന്നു പോകുന്നത്. നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധികളും നമ്മളെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നവരും നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരും നമ്മളെ അപമാനിക്കുന്നവരും ഒന്നും അതിനെ മുന്നിൽ ഒരു പ്രശ്നമല്ലാതാവും. ഈ ബിസിനസ്സിലൂടെ നമുക്ക് വളർന്നു വരാൻ സാധിക്കും. എന്ത് ജോലിയെ സംബന്ധിച്ചും സാധ്യത കൂടുതൽ ഒരു ബിസിനസ്സിന് തന്നെയാണ്. നമ്മൾ പറമ്പിലൂടെ നടന്നു പോയാൽ പോലും അവിടെയും ഒരു ബിസിനസ് കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്താണ് എൻ്റെ മുന്നിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്? ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ, ചെറിയ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തുക. ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങൾ പറമ്പിലൂടെ നടക്കുമ്പോൾ പോലും നിങ്ങളുടെ മുമ്പിൽ ഒരു ബിസിനസ് ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് അവിടെ കാന്താരി മുളക് നിൽപ്പുണ്ടെങ്കിൽ അതിൽ മൂത്തത് പറിച്ച് വെയിലത്ത് ഉണക്കി അതിനെ പൊടിച്ച് പാക്ക് ചെയ്ത് നിങ്ങളുടെ ലേബലിട്ട് ബ്രാൻഡ് നെയിം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രോഡക്റ്റ് ആയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്.
നമ്മൾ പറമ്പിലൂടെ നടന്നു പോകുന്നതും നമ്മുടെ മുമ്പിൽ കാണുന്നതെല്ലാം ബിസിനസ് ആക്കി മാറ്റുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, എയർ കൂളറിന്റെ വീഡിയോ. ഞാനതൊരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ഭയങ്കര ചൂടാണ്, ആ ഹാളിനകത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ അവിടെ കണ്ടതാണ് എയർ കൂളർ, വലിയൊരു എയർ കൂളർ അവിടെ ഒരുപാട് സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ മേഖല നല്ല രീതിയിൽ തണുത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു ബിസിനസ് ആക്കിയാൽ എന്താണ് കുഴപ്പം? അല്ല, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 25,000 രൂപയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും. ആ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പം അത് കണ്ടുകൊണ്ട് തന്നെ ഒരാൾ വിളിച്ചത് ഒരു ക്ഷേത്രത്തിൽ ശാന്തിയായിട്ട് വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ജോലിക്ക് പോകുന്നവർക്ക് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ സാധിക്കും. അത് ചെറിയ ബിസിനസ്സാണ്, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് വാടകയ്ക്ക് കൊടുത്താൽ ഒരു ദിവസം എങ്ങനെ പോയാലും 750 രൂപ വാടക. അങ്ങനെയുള്ള നമ്മുടെ മുമ്പിൽ എന്തൊക്കെയാണോ നമ്മുടെ മുമ്പിൽ കാണുന്നത് അതെല്ലാം ബിസിനസ് ആക്കി മാറ്റാം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും ബിസിനസ് ആക്കി മാറ്റാം. എല്ലാം ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ബ്രാൻഡഡ് പ്രോഡക്റ്റുകളിൽ നിന്ന് നമ്മളൊന്ന് വ്യതിചലിച്ച് ചിന്തിച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു വരുമാന മാർഗമാക്കി മാറ്റുവാൻ സാധിക്കും. നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ കാണുന്ന ഓരോ പ്രോഡക്റ്റും ഓരോ ജീവിതമാണ്. അതിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും അത് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളും മറ്റുള്ളവരും വാങ്ങാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പരസ്പരം ഒരു ധാരണയിലൂടെ അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ബിസിനസ്സും നമുക്കൊരു കമ്മ്യൂണിറ്റിയിലൂടെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമ്മുടെ മുമ്പിലുള്ളതെല്ലാം ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കും. അതാണ് ഈ പ്രോഡക്റ്റ്. ഇത് സത്യത്തിൽ ഒരു ആയുർവേദിക് പ്രോഡക്റ്റാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർക്കുമായിരിക്കും, ദൈവമേ ഇത് ഇങ്ങനെയും ഒരു ബിസിനസ് ഉണ്ടോ? അപ്പോൾ നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചതൊക്കെ വെറുതെയാണ്. നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിൽ വരുന്നത് ഇൻവെസ്റ്റ്മെന്റ്, റോ മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ്, ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ബിസിനസ് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പറമ്പിലൂടെ നടക്കുമ്പോൾ പോലും കാന്താരിമുളക് ഉണക്കി പൊടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബിസിനസ് ആക്കുക. അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇതൊരു ആയുർവേദിക് വുഡാണ്. കണ്ടോ, ഇതൊരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഇത് സത്യത്തിൽ പല്ല് തേക്കുന്നതിന് വേണ്ടി പുരാതന കാലത്തിൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത്. നാളെ ഇതിന്റെ ബിസിനസ് സാധ്യത കണ്ടെത്തി ഇതിന്റെ മെഡിസിനൽ വാല്യൂ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇത് പാക്ക് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി അദ്ദേഹം ചെയ്യുന്നു. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു വുഡാണ്. ഇത് സ്ഥിരമായിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഓർമ്മശക്തി വർദ്ധിക്കും. തലവേദന മാറുന്നു, വായുനാറ്റം മാറുന്നു, രോഗപ്രതിരോധശേഷി ലഭിക്കും, പല്ലു രോഗങ്ങൾ തടയുന്നു, കാഴ്ചശക്തി കൂടുന്നു. പേസ്റ്റ് പോലുള്ള, അതായത് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന കെമിക്കൽ സാധനങ്ങളോ, പേസ്റ്റ് പോലുള്ള കെമിക്കൽ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകുന്നു. ഇതൊക്കെയാണ് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണം. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇത് അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് കൂടിനകത്താണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് കൂടി ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് ഒരു പ്രത്യേക കവറിൽ എയർ ടൈറ്റ് ആയിട്ട് ഇത് പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ ബിസിനസ്സിൻ്റെ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് നമുക്ക് കൈകാര്യം ചെയ്താൽ അത് വലിയ ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കും. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വരെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ ആൾക്കാരും പഴമയിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ സന്ദർശിക്കാൻ വരുന്ന പല ആൾക്കാരും വലിയ ടൗണുകളിലല്ല അവർ താമസിക്കുന്നത്, അവർ ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് പോകുന്നത്. എന്താണ് അവർക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നത് അതിലേക്കാണ് അവർ
കൂടുതൽ വരുന്നത്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ എങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ സാധിക്കും എന്ന ഒരു വീഡിയോ നമ്മൾ ഉടൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പത്രത്തിൽ നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള സ്ട്രോകൾ നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിൽ കയറ്റി അയച്ച് വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുന്നു. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇത് കാണുവാൻ സാധിക്കും. അതായത് പനയോല ഉപയോഗിച്ചുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള സ്ട്രോകൾ നിർമ്മിച്ച് വിദേശ രാജ്യത്തേക്ക് അയച്ച് വരുമാനം കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് മെയിനായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞു, ഇത് മെയിനായിട്ടും പാക്കിങ്ങിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ, സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പാക്കിങ്ങിലേക്ക് ശ്രദ്ധിച്ചാൽ ഇത് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളും നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മളെ ബിസിനസ് ചിന്താഗതികൾ പോലും മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ, ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തും നമ്മൾ മുമ്പ് നടക്കുന്ന വഴിയിലും ഒക്കെ കിടപ്പുണ്ട്. നിങ്ങളത് കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്കൊരു സാധ്യതയാണ് മുന്നിൽ വരുന്നത്. നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കും. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ജീവിതമാർഗം കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾക്ക് ക്യാഷ് ഇല്ല എന്നും പറഞ്ഞ് നിങ്ങൾ മനപ്രയാസപ്പെട്ട് ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ, എന്ത് ബിസിനസ്സും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കിയാൽ മതി. അതായത് ഈ കപ്പാസിറ്റി, മനസ്സിന് തൻ്റെ ഇടം ഉണ്ടാക്കിയാൽ നമുക്ക് ഇതെല്ലാം തരണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇത് വിതരണം ചെയ്യുന്ന ആളിന് സാമ്പത്തികമായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാകും. ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ പാക്കിംഗ് സ്റ്റൈലൊക്കെ മാറ്റി കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കും. മാർക്കറ്റിലേക്ക് ഇറക്കിയതിന് ശേഷം അത് വിദേശ രാജ്യങ്ങളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിക്കും. നിങ്ങൾക്ക് പണമില്ല എന്ന് കരുതി നിങ്ങൾ ബിസിനസ് ചെയ്യാതിരിക്കരുത്, ചിന്തിക്കാതിരിക്കരുത്. പണമൊക്കെ തതിയെ വന്നോളും. ലിസ ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടല്ലോ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്? എല്ലാവരും ബിസിനസ്സിലേക്ക് വരിക. ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ആ പ്രോഡക്റ്റുകൾ നിങ്ങളും വാങ്ങാൻ തയ്യാറായാൽ ഇവർക്കെല്ലാം ഒരു ജീവിതമാർഗമായില്ലേ? മുമ്പേ പറഞ്ഞ പോലെ ഓരോ പ്രോഡക്റ്റുകളും ഓരോ ജീവിതമാർഗമാണ്. ഇനിയും ഇങ്ങനെയുള്ള ഒരു ആത്മഹത്യകൾ പോലെ ഉള്ളത് ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ലോകത്തൊന്നുമില്ല. ഇപ്പം ലിസ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർ വാലറ്റിൽ ശ്രദ്ധിക്കുക. വാലറ്റ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 50 പോയിന്റ് വരും. ഈ 50 പോയിന്റ് നിങ്ങൾക്ക് ദിവസം ഒരു 500 രൂപ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റുവാനുള്ള ടെക്നോളജികൾ ലിസ ആപ്ലിക്കേഷനിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വാലറ്റിൽ 50 പോയിന്റ് വരും. ഈ 50 പോയിന്റിനെ ദിവസം ഒരു 500 രൂപയിലേക്ക് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലിസ ആപ്ലിക്കേഷൻ നടത്തുന്ന ബിസിനസിന്റെ എല്ലാ ലാഭവിഹിതം കിട്ടുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ആ രീതിയിലേക്ക് വരാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.